നാളെ ഉറക്കമുണർന്നു നോക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലെ കോഡുകൾ മാത്രമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇതാണ് അനുകരണ സാങ്കല്പിക സിദ്ധാന്തം അഥവാ സിമുലേഷൻ ഹൈപ്പോത്തസിസ്. നിങ്ങളുടെ ഓർമ്മകളും ആകാശത്തെ നക്ഷത്രങ്ങളും പൂക്കളും പുഴകളും എന്തിന് ഈ വീഡിയോയിൽ എൻ്റെ ശബ്ദവും എല്ലാം ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം മാത്രമാണെങ്കിലും 2003 സ്വീഡിഷ് തത്വചിന്തകനായിരുന്ന നിക് ബോസ്റ്റോ മുൻപോട്ട് വെച്ചതാണ് ഈ ആശയം. പ്രധാനമായും 3 വാദങ്ങളാണ് ബോസ്റ്റോ അന്ന് മുൻപോട്ട് വെച്ചത്. 1. റിയാലിറ്റിയെ സിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നേടുന്നതിൽ ഒരു സംസ്കാരവും ഇതുവരെ വിജയിച്ചിട്ടില്ല. 2. ചില സംസ്കാരങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വേണ്ട എന്ന് വെച്ചു. 3. ഇനി അഥവാ റിയാലിറ്റിയെ സിമുലേറ്റ് ചെയ്തെങ്കിൽ ഒരുപാട് സിമുലേഷൻസ് നടത്തി അവസാനം യഥാർത്ഥ ലോകം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആദ്യത്തേതിനാണ്. ഇതുവരെ ആരും ഒരു സാങ്കേതിക വിദ്യ നേടിയിട്ടില്ല, പക്ഷേ ആളുകൾ പൂർണ്ണമായും ഈ സിമുലേഷൻ ഹൈപ്പോത്തസിസിനെ തള്ളിക്കളയാത്തതിന് കാരണങ്ങളുണ്ട്. നമുക്കിപ്പോൾ കാലാവസ്ഥയും തന്മാത്രകളുടെ രൂപവും സാങ്കല്പിക ലോകങ്ങളെയും ഒക്കെ കോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനുള്ളത് ഒരു കോഡ് ചെയ്യപ്പെട്ട ഗണിതശാസ്ത്ര ഘടനയാണെന്ന് ഭൗതിക ശാസ്ത്രം തന്നെ പറയുന്നുമുണ്ട്. തെളിവുകളൊന്നുമില്ലെങ്കിലും യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു ആശയം വളരെ ശക്തമാണ്.